TVS Apache RTR 310. ഈ വർഷം ലോഞ്ചായ ഒരുപാട് മോട്ടോർ സൈക്കിൾസിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തായിരുന്നു. ഒഫീഷ്യൽ ലോഞ്ച് തായ്ലൻഡിൽ വെച്ച് നടന്നുകൊണ്ടല്ല ഞാൻ ഇതിനെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ലോഞ്ച് എന്ന് പറയാൻ കാരണം, മറിച്ച് തിരുക്കുറുങ്കുടി വെങ്കരം സുന്ദരം അഥവാ TVS എന്നൊരു ഇന്ത്യൻ ബ്രാൻഡിന് ഇന്റർനാഷണൽ ലെവലിൽ കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടാൻ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് Apache RTR 310. Want to know how? Let's find out. 1970s മോപ്പഡ്സ് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയ TVS 80s ആയപ്പോഴേക്കും ജപ്പാനീസ് ബ്രാൻഡായ സുസുക്കിയുടെ ഒരു കൊളാബറേഷനിലെത്തി. TVS സുസുക്കിയുടെ ജോയിന്റ് വെഞ്ചറിൽ വന്ന AX100, സുപ്ര, സമുറായ്, ഷോഗൻ, ഷാവലിൻ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലുണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ഇന്നും യൂസ്ഡ് ബൈക്സ് മാർക്കറ്റിൽ സമുറായ്ക്കും ഷോഗനുള്ള ഡിമാൻഡ് തന്നെയാണ് അതിനുള്ള പ്രൂഫ്. 2001 സുസുക്കിയുള്ള പാർട്ണർഷിപ്പ് TVS അവസാനിപ്പിച്ചെങ്കിലും ആ ഒരു ജോയിന്റ് വെഞ്ചറിലുണ്ടായ ഫീറോ എന്നൊരു മോട്ടോർ സൈക്കിൾ അപ്പോഴേക്കും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സെപ്പറേഷന് ശേഷവും ഫീറോ എന്ന മോട്ടോർ സൈക്കിൾ TVS പ്രൊഡക്ഷനിൽ കീപ്പ് ചെയ്തു. അങ്ങനെ 2005 ബജാജ് പൾസർ മാർക്കറ്റ് റോൾ ചെയ്യുന്ന കാലത്ത് ഫീറോയുടെ എഞ്ചിനിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തി ഒരുപാട് മാറ്റങ്ങളായിട്ട് ഒരു പുതിയ 150cc മോട്ടോർ സൈക്കിളായിട്ട് TVS വന്നു. റൈറ്റ് ഫ്രം ദി ഡിസൈൻ, പെർഫോമൻസ്, സ്റ്റൈലിംഗ്, ദിസ് മോട്ടോർ സൈക്കിൾ ഹാഡ് എവറിത്തിങ് ദാറ്റ് കുഡ് റെവല്യൂഷനൈസ് ദ സ്പോർട്സ് ബൈക്ക് സെഗ്മെന്റ് ഇൻ ഇന്ത്യ. യെസ്, ദ ഫസ്റ്റ് എവർ TVS Apache was born, which marked the beginning of a new era in the Indian motorcycling community. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, വെയിറ്റ്, സംബന്ധം ഇറുക്ക്, TVSും ഇന്നോവേഷനും, അടയും ചക്കരയും പോലുള്ള കോമ്പിനേഷൻ. കോമ്പറ്റീറ്റേഴ്സായ ബ്രാൻഡ്സ് എല്ലാം അവരുടെ മോട്ടോർ സൈക്കിൾസിൽ പവറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ TVS മാത്രമാണ് പവർ മാത്രമല്ല ഇന്നോവേറ്റീവായ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്ന് ചിന്തിച്ചത്. 2011 ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ വിത്ത് ABS, അതും ഡ്യുവൽ ചാനൽ ABS, അതായിരുന്നു Apache RTR 190. ഈ ഒരു 2023 പോലും നമുക്ക് സിംഗിൾ ചാനൽ ABS മാത്രം മതി എന്ന് വാശി പിടിക്കുന്ന പല മാനുഫാക്ചറേഴ്സും ഇപ്പോഴും ഉണ്ട്. ഒരു വാല്യൂ ഫോർ മണി ഇന്ത്യൻ ബൈക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു TVS മോട്ടോർ സൈക്കിൾ ആയിരിക്കും. ഓവർ ദി ഇയേഴ്സ് അവരുടെ R&D ഇന്നോവേഷൻ വെച്ചിട്ട് അവർക്കൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. TVS അങ്ങനെ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഇന്ന് മറ്റു പല മാനുഫാക്ചറേഴ്സും അവരുടെ മോട്ടോർ സൈക്കിൾസിനും വാല്യൂ ഫോർ മണി ടാഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ ഓൾ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്. കാരണം ഇതുപോലെ ഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. We get better products at a better price. So, we are again back to the Apache. Over the years, Apache സീരീസിന് ഒരുപാട് ചേഞ്ചസ് വന്നു, പുതിയ മോട്ടോർ സൈക്കിൾസ് വന്നു. അപ്പാച്ചയുടെ നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ സീരീസായ RTRൽ 162V, 4V, 182V, 204V മോട്ടോർ സൈക്കിൾസ് വന്നു. ആൻഡ് ഫൈനലി 2017 അപ്പാച്ചെ സീരീസിലെ ആദ്യത്തെ സൂപ്പർ സ്പോർട്ട് മെഷീനായിട്ടുള്ള RR 310 ഒഫീഷ്യലി ലോഞ്ച് ആവുന്നത്. 312cc ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിനെ അൾട്ടിമേറ്റ് ട്രാക്ക് വെപ്പൺ എന്നാണ് TVS വിശേഷിപ്പിച്ചത്. And in 2023, based on that same engine, we have a naked version that is Apache RTR 310. Wait, did we forget something? Yeah. 2013 TVSന്റെയും BMWയുടെയും കൊളാബറേഷൻ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു 312cc എഞ്ചിൻ. ബീമർ G310Rലും G310 GSലും വന്നതിന് ശേഷമാണ് ഈ ഒരു എഞ്ചിൻ RR 310ലേക്ക് വരുന്നത്. അതിനുശേഷം G310RRലേക്ക് ഈ എഞ്ചിൻ പോയെങ്കിലും Apache RTR 310ലേക്ക് ഈ എഞ്ചിൻ വരുമ്പോൾ അടപടലം മാറ്റിയിട്ടാണ് TVS ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് അപ്പാച്ചി എന്നുള്ള സീരീസിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് മെഷീൻ, ദ റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ് 310, ഇൻ ഷോർട്ട് RTR 310. ടു ബി എക്സാക്ട്, ഇതൊരു 198 കിലോമീറ്ററാണ് ഞാൻ ഈ ബൈക്ക് ഓടിച്ചത്. സിറ്റീസ്, ഹൈവേസ്, ഡിസ്ട്രി റോഡ്സ്, വില്ലേജ് റോഡ്സ്, വെറ്റ് റോഡ്സ്, അങ്ങനെ കേരളത്തിൽ നമ്മൾ ഓടിക്കാൻ സാധ്യതയുള്ള എല്ലാ റോഡുകളും എനിക്ക് കവർ ചെയ്യാൻ പറ്റി. സോ കൺസിഡർ ദിസ് ആസ് എ ഡീറ്റെയിൽഡ് റിവ്യൂ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് റിവ്യൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, അതിപ്പോ പറയാൻ കഴിയില്ല. ആദ്യം നമുക്ക് ലുക്സിൽ നിന്ന് തുടങ്ങാം. സൈബോഗിന്റെ കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ലുക്ക് RTRന് കൊടുത്തെന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. സൈബോഗ് മീൻസ് പാർട്ട് ഹ്യൂമൻ പാർട്ട് മെഷീൻ. എനിവേ പല സൂപ്പർ ബൈക്സ് ആയിട്ടുള്ള ഒരു ചായ കാച്ചിൽ നമുക്ക് അവിടെയും ഇവിടെയും RTRൽ കാണാൻ പറ്റും. ടു ബി ഓണസ്റ്റ്, ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. എ സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ദാറ്റ് ലുക്സ് ഡാഷിംഗ് ആൻഡ് ഗെയിൻസ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ ഫ്രം ദി പബ്ലിക്. ദിസ് ഈസ് ദ ബെസ്റ്റ് ലുക്കിംഗ് സിംഗിൾ സിലിണ്ടർ നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ ഇൻ ഇന്ത്യ. Yeah, right. മറ്റു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾസ് ഒഫൻഡഡ് ആകണ്ട. സോ ഐ വുഡ് സേ വൺ ഓഫ് ദി ബെസ്റ്റ്. ഡുക്കാറ്റി സ്ട്രീറ്റ് ഫൈറ്ററും യമഹ MT ഓണയാണ് നമ്മുടെ റോഡ്സിൽ അത്രയും കോമൺ ആയിട്ട് കാണാത്തടത്തോളം കാലം RTRന്റെ ഈ ലുക്സ് ഒരുപാട് കാലം ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. വെൻ ഇറ്റ് കംസ് ടു ബിൽഡ് ക്വാളിറ്റി, നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. സുപ്പീരിയർ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഫീൽ ചെയ്യുന്നത്. എല്ലാ പാർട്സിലും ഒരു പ്രീമിയംനെസ് കീപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദി മെനസിംഗ് ലുക്ക്, വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ? അതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഭാഗത്തേക്ക് വരാം. യെസ്, ദാറ്റ്സ് ദ എഞ്ചിൻ. ബീമേഴ്സിലും Apache RR 310 ഇരിക്കുന്ന സെയിം എഞ്ചിനാണ് ഇതിൽ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ലാർജർ എയർ ബോക്സും ഇൻക്രീസ്ഡ് കംപ്രഷൻ റേഷ്യോയും റീവർക്ക്ഡ് എക്സോസ്റ്റും കൂടി ആയപ്പോൾ മറ്റ് എഞ്ചിൻസിനേക്കാൾ 1.6 PS കൂടുതൽ പവറും 1.4 Nm കൂടുതൽ ടോർക്കാണ് RTRന്റെ എഞ്ചിൻ നമുക്ക് കിട്ടുന്നത്.
അതുപോലെ റിയർ സ്പ്രോക്കറ്റ് ടീത്തിന്റെ എണ്ണം കൂട്ടിയപ്പോൾ ലോ RPMസിൽ കിട്ടുന്ന ടോർക്കിന്റെ എമൗണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ സിറ്റീസിൽ ഈ വണ്ടി ഓടിക്കാൻ ഈസ് റിയൽ ഫൺ. കാരണം 2 to 4,000 RPM ഇടയ്ക്കായിരിക്കും നമ്മൾ കൂടുതലും സിറ്റീസിൽ ഓടുന്നത്. ആ ഒരു RPM റേഞ്ചിൽ ഏതൊരു ഗിയറിലായിരുന്നും ശരി നമ്മൾ കൈ കൊടുത്താൽ വണ്ടി ഈസിലി പുൾ ചെയ്യുന്നുണ്ട്. 25 to 30 റേഞ്ചിൽ 4th ഗിയറും 40 to 45 റേഞ്ചസിൽ 6th ഗിയർ ഇട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ക്ലിയർലി ഷോസ് ദി ബോട്ടം ആൻഡ് ടോർക്ക് ഓഫ് ദിസ് മോട്ടോർ സൈക്കിൾ. സിറ്റീസിലും സ്ട്രീറ്റ്സിലും ഒക്കെ ഒരു ഡൗൺ ഷിഫ്റ്റ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ക്വിക്ക് ഓവർടേക്കിംഗ് ചെയ്യാൻ പറ്റും. സോ ഇൻ ഷോർട്ട്, യു ഡോണ്ട് നീഡ് ടു ഡ്രോപ്പ് എ ഗിയർ ടു ഡിസപ്പിയർ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി റൈഡിംഗ് മോഡ്സ്. 5 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്: സ്പോർട്സ്, ട്രാക്ക്, സൂപ്പർ മോട്ടോ, അർബൻ, റെയിൻ. ഇതിൽ ആദ്യത്തെ 3 റൈഡിംഗ് മോഡ്സിലാണ് നിങ്ങൾക്ക് മാക്സിമം പവറും മാക്സിമം ടോർക്കും കിട്ടുന്നത്. സ്പോർട്സ് മോഡിലാണെങ്കിൽ മാക്സിമം ആക്സലറേഷൻ, ഒപ്റ്റിമൈസ്ഡ് ഡിസലറേഷൻ, എഞ്ചിൻ ബ്രേക്കിംഗ്, ABS റെസ്പോൺസ് ഇതെല്ലാം കുറച്ചും കൂടി ഷാർപ്പായിരിക്കും. ട്രാക്ക് മോഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് യൂസിന് വേണ്ടി തന്നെയാണ്. ബെറ്റർ കോർണർ ചെയ്യാനായിട്ട് ലേറ്റ് ബ്രേക്കിങ്ങിന് വേണ്ടി ABS ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ട്രാക്ക് മോഡ് വരുന്നത്. ഇനി സൂപ്പർ മോട്ടോയിലോട്ട് വരുമ്പോൾ റിയർ ABS ഡിസേബിൾ ആവും. റിയർ വീൽ ലോക്കിയുള്ള സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സേഫായിട്ട് ചെയ്യുക. ഇനി അർബൻ മോഡിലോട്ട് വരികയാണെങ്കിൽ പവർ ഡെലിവറി കുറെ കൂടി ലീനിയർ ആയിരിക്കും. ABSന്റെ റെസ്പോൺസ് കുറച്ചും കൂടി ക്വിക്ക് ആയിരിക്കും. ആൻഡ് ഫൈനലി റെയിൻ മോഡിൽ ABS ഇന്റർവെൻഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വെറ്റ് റോഡ്സിൽ റിയർ വീൽ ലിഫ്റ്റ് ആവാതെ മാക്സിമം സ്റ്റെബിലിറ്റി കൺട്രോളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും റെയിൻ മോഡ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 മോഡ്സ് 1000 കിലോമീറ്ററിന് ശേഷം മാത്രമേ അൺലോക്ക് ആവത്തുള്ളൂ. അതുവരെ അർബൻ ആൻഡ് റെയിൻ മോഡിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ. ഞാൻ ഓടിക്കുന്ന ഈ ഒരു ബൈക്ക് 1000 കിലോമീറ്റർ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിരിക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിരിക്കില്ല. ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി 3 മോഡ്സും കൂടി അൺലോക്ക് ആവണം. ഇത്തിരി ഡിലേഡ് ആയിട്ടാണെങ്കിലും ആ മോഡ്സ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓവർടേക്കിംഗ് സൂപ്പർ ഈസിയാണ്. ഡൗൺ ഷിഫ്റ്റ് പോലും ഇല്ലാതെ വണ്ടി ഈസിലി പുൾ ചെയ്യുന്നുണ്ട്. യു ക്യാൻ റിയലി ഫീൽ ദാറ്റ് ടോർക്ക് ഇൻ നേച്ചർ. ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ സർപ്രൈസ് ബിക്കോസ് RTR എന്ന് പറയുന്നത് പക്ക സ്ട്രീറ്റ് മെഷീൻസ് ആണ്. ഈവൻ 160 ആയാലും 200 ആയാലും അർബൻ കണ്ടീഷൻസിന് ചൂട്ടാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ എഞ്ചിൻസിന് ട്യൂൺ ചെയ്തേക്കുന്നത്. ആൻഡ് മാൻ, ഐ മസ്റ്റ് സേ ദിസ് ഇസ് എ റിയൽ ഫൺ മോട്ടോർ സൈക്കിൾ ടു റൈഡ് ഇൻ ദ സിറ്റി. അപ്പോൾ സിറ്റീസിലെ എഞ്ചിൻ പെർഫോമൻസിനെ പറ്റി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എൻഗേജിംഗ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ഫൺ ടു റൈഡ് മെഷീനാണ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ ഹൈവേസ്. ഹൈവേസിലോട്ട് വരുമ്പോഴാണ് വണ്ടിയുടെ ടോപ്പ് ആൻഡ് പെർഫോമൻസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. സിറ്റീസിൽ നല്ല രീതിയിൽ ലോ ആൻഡ് മിഡ് റേഞ്ച് പെർഫോമൻസ് നമുക്ക് കിട്ടി. ഹൈവേസിലെ ടോപ്പ് ആൻഡ് പെർഫോമൻസിലോട്ട് നോക്കുമ്പോഴും മോശമൊന്നും പറയാനില്ല. ഈവൻ അർബൻ മോഡലാണ് ഹൈവേയിൽ ഓടിച്ചെങ്കിലും ടോപ്പ് ആൻഡ് ലെയർ പെർഫോമൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഈവൻ അറ്റ് ഹയർ റോബ്സ് സേ അബൌട്ട് 8000 RPM പോലും വണ്ടി നല്ല രീതിയിൽ തന്നെ പുൾ ചെയ്യുന്നുണ്ട്. ആൻഡ് യു വുഡ് സേ വാവ്. സോ ടു കൺക്ലൂഡ്, ദാറ്റ്സ് എ എഞ്ചിൻ. ത്രൂ ഔട്ട് ദ റവ് റേഞ്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പവർ ഈ ഒരു എഞ്ചിൻ തരും. ഞാനിതൊരിക്കലും എക്സാജറേറ്റ് പറയുന്നതല്ല. കുറച്ചും കൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഫീഡ്ബാക്കാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോ, മിഡ് ഓർ ഹൈ ഏത് റവ് റേഞ്ചിൽ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും ദിസ് എഞ്ചിൻ വോണ്ട് ഡിസപ്പോയിന്റ് യു വെൻ ഇറ്റ് കംസ് ടു ഇറ്റ് പെർഫോമൻസ്. ഓക്കെ, സോ വി ടോക്ട് അബൌട്ട് ദി എഞ്ചിൻ, ബട്ട് വാട്ട് അബൌട്ട് ദി റിഫൈൻമെന്റ് ആൻഡ് ഹീറ്റിംഗ്? ഫെയർഡ് സിബ്ലിംഗ് ആയിട്ടുള്ള RR310 കമ്പയർ ചെയ്യുമ്പോൾ റിഫൈൻമെന്റ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ സിറ്റീസിൽ ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വെൻ എവർ യു ആർ റൈഡിംഗ് അണ്ടർ 6000 RPM, എഞ്ചിൻ ഫീൽസ് വെരി മച്ച് റിഫൈൻഡ്. കേരളത്തിൽ കൂടുതൽ നമ്മൾ 6000 RPM മേലെ പോകാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ആൻഡ് ഇൻ ദാറ്റ് സെൻസ് ദ റിഫൈൻമെന്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ നമ്മൾ ഹൈവേസിലാക്കുന്ന സമയത്ത് ആ ഒരു 6000 RPM ക്രോസ് ചെയ്യുമ്പോഴേക്കും സ്ലൈഡ് ബേഴ്സ് ഫുഡ് പെക്സിലും സീറ്റ്സിലും വന്നു തുടങ്ങും. ടാങ്കിലും ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആഫ്റ്റർ 8000 RPM ഇറ്റ് വിൽ റെഡ്യൂസ്. നമ്മളെ ബോധരയ്ക്കുന്ന തരത്തിലുള്ള വൈബ്രേഷൻ ഒന്നും പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബസ് ആൻഡ് യു കനോട്ട് ഇഗ്നോർ ദാറ്റ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹീറ്റിംഗ്, സിറ്റീസിൽ കുറേ നേരം ഓടിയപ്പോൾ നീ ഏരിയയിലേക്ക് കുറച്ച് ഹീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ജീൻസും ഷൂസുമാണ് ഇട്ടിരുന്നത്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ സ്ലൈറ്റ് ഹീറ്റ് കാലിലേക്ക് അടിക്കും. ബോധർസം എന്ന് പറയാനില്ല. ആൻഡ് ഓൺ ഹൈവേസ് അല്ലെങ്കിൽ ഓപ്പൺ സ്ട്രീറ്റ് റോഡ്സിൽ ഓടിക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലി സീറോ ഹീറ്റിംഗ്. സോ അപ്പാർട്ട് ഫ്രം ദി മെനസിംഗ് ലുക്സ് ആൻഡ് എ പെപ്പി പെർഫോമിംഗ് എഞ്ചിൻ, വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ? നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി എക്കണോമിക്സ് ആൻഡ് ഹാൻഡ്ലിംഗ്. 800 mm സീറ്റ് ഹൈറ്റും 169 kg ക്യൂബ് വെയിറ്റാണ് വണ്ടിക്ക് വരുന്നത്. എൻ്റെ ഹൈറ്റിന് എനിക്ക് 2 ഫുട്ടും കംഫർട്ടബിളി പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ടാങ്കിൽ ഹഗ് ചെയ്ത് ഹാൻഡിൽ ബാർസിൽ പിടിക്കുമ്പോൾ ഒരു അപ്രൈറ്റ് റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ്. ഫുഡ് പെക്സ് ഇത്തിരി റിയർ സെറ്റ് ആണെങ്കിലും ഓവറോൾ കംഫർട്ടബിൾ തന്നെ പറയാം. ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത് ഈസ് സൂപ്പർ ഈസി. ഒരിടത്ത് ഒരു പ്രഷർ പോയിന്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവൻത്തെ ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും വണ്ടിക്ക് പുറത്തല്ല, വണ്ടിക്ക് അകത്തിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഉള്ളത്. ഓവറോൾ ദി കോക്പിറ്റ് ഫീൽ ഈസ് നൈസ്. സിറ്റീസിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഓടിക്കാനും ട്രാഫിക്കിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ട് പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ല. വണ്ടിയിൽ ആദ്യമായിട്ടിരുന്ന് ഇനീഷ്യൽ ഫ്യൂ കിലോമീറ്റേഴ്സ് ഓടിക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിയ വണ്ടി എന്നൊരു ഫീൽ ഉണ്ടാവും. ബട്ട് ഒരു ഇനീഷ്യൽ 4-5 കിലോമീറ്റേഴ്സ് ഓടിച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു അജൈൽ ആൻഡ് ഈസി ടു റൈഡ് മോട്ടോർ സൈക്കിൾ എന്നൊരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്. സിറ്റീസും ഹൈവേസിനേക്കാളും ട്വിസ്റ്റി റോഡ്സിൽ ഓടിച്ചപ്പോഴാണ് ഇതിന്റെ ഹാൻഡ്ലിങ്ങിനെ പറ്റി കൂടുതൽ ഐഡിയ എനിക്ക് കിട്ടിയത്. ചാലക്കുടി ടു ആതിരപ്പള്ളിയുള്ള ആ ഒരു 30 കിലോമീറ്റർ സ്ട്രെച്ച് വാസ് ആൻ എൻജോയബിൾ റൈഡ്. The way it handles and feels around the corners is just amazing.
trellis frame with aluminum soft frame, KYB suspension, Michelin road freight tires. All these work together to give us a great handling experience on this motorcycle. ഹാൻഡ്ലിംഗിലെ കാര്യത്തിൽ KTM Dukes തന്നെയാണ് എപ്പോഴും ഒരു ബെഞ്ച് മാർക്ക്. ആൻഡ് ഐ ക്യാൻ കംഫർട്ടബിളി സേ ദാറ്റ് ദിസ് മോട്ടോർ സിറ്റ് ഓൺ പാർ വിത്ത് Dukes when it comes to handling. ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിലുള്ള സ്റ്റോക്ക് സസ്പെൻഷൻ സെറ്റിംഗ് ആണ്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള ഡൈനാമിക് കെറ്റിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് സസ്പെൻഷൻ തന്നെ നമ്മുടെ സ്ട്രീറ്റ്സിനും ഹൈവേസിനും മോർ ദാൻ ഇനഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദ കോർണേഴ്സ്. ബട്ട് വാട്ട് അബൌട്ട് ദ ടിപ്പിക്കൽ കേരള റോഡ്സ്? ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന റോഡുകൾ നമ്മുടെ കേരള വില്ലേജ് റോഡ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്ന അറിയാനാണ് ആതിരപ്പള്ളിയിൽ നിന്ന് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് ഞാനൊരു ഡീവിയേഷൻ എടുത്തത്. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എ റോളർ കോസ്റ്റർ റൈഡ്. പ്രതീക്ഷ പോലെ തന്നെ സസ്പെൻഷനും കംഫർട്ടൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ റോഡ് കിട്ടിയിട്ടുണ്ട്. ആർക്കാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രോപ്പർ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റി. ഒരുപാട് പൊളിഞ്ഞ റോഡുകളൊക്കെ കണ്ടിന്യൂസ് എനിക്ക് ഓടിക്കാൻ പറ്റി. പലയിടത്തും സ്പീഡ്സ് ഒന്നും സ്ലോ ചെയ്യാതെ വന്ന സ്പീഡ് തന്നെയാണ് ഞാൻ അതൊക്കെ എടുത്തത്. ഫ്രണ്ട് ആയാലും റിയർ ആയാലും സസ്പെൻഷൻ അത്ര ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ സസ്പെൻഷൻ സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ ഫ്ലഷി ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ കുണ്ടും കുഴി ഉണ്ടെങ്കിലും സസ്പെൻഷൻ ആ ഒരു ഇടി എനിക്ക് ബോഡിയിലേക്ക് അധികം കിട്ടിയിട്ടില്ല. ഐ നെവർ ഹാഡ് ടു സേ ദാറ്റ് ദാറ്റ് വാസ് എ ബാഡ് ഹിറ്റ്. ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇത് വേരി ചെയ്യാം. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഏത് ടെറൈൻസ് ആയാലും സസ്പെൻഷൻ ഫീഡ്ബാക്ക് ഈസ് റിയലി ഗുഡ്. But is it only the suspension which is making the ride comfortable? No. That's where the Michelin road freight tires come into play. ഹൈ സ്പീഡ് റൈഡിങ് ആയാലും കോർണേഴ്സിലായാലും പൊളിഞ്ഞ റോഡിലായാലും ടയേഴ്സ് നല്ല രീതിയിൽ കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഏത് ടെറൈൻസിലും വണ്ടി ഒരു തവണ പോലും പാളിപ്പോകുന്നൊരു ഇഷ്യൂ വന്നിട്ടില്ല. എസ്പെഷ്യലി ഹൈവേസിൽ മഴയത്ത് കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അനാവശ്യമായിട്ട് കോൺഫിഡൻസ് എന്ന് സ്പീഡ് കൂട്ടാനാണ് ഈ റോഡ് ഫെയർ ടയേഴ്സ് ശ്രമിച്ചത്. ബട്ട് ഐ മസ്റ്റ് സേ ഡെയിലി റൈഡിങ് കണ്ടീഷൻസിൽ ഈ ടയേഴ്സ് നിങ്ങളുടെ കംഫർട്ടും കോൺഫിഡൻസും ഡെഫിനറ്റ്ലി ബൂസ്റ്റ് ചെയ്യും. ത്രോട്ട്ലിംഗ് ചെയ്യുമ്പോൾ മാത്രമല്ല ബ്രേക്കിങ്ങിലും ടയേഴ്സിൻ്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയണം. ഈ റൈഡിനിടയിൽ എനിക്ക് ഒരു തവണ എമർജൻസി ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യേണ്ടി വന്നു. സ്പ്ലിറ്റ് സെക്കൻഡിൽ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനൊക്കെ മിന്നി മറിഞ്ഞ സമയത്താണ് ഇതിൻ്റെ ബ്രേക്സും ടയേഴ്സും ചേർന്ന് എൻ്റെ കാൽക്കുലേഷനേക്കാളും കുറഞ്ഞ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ എന്നെ വണ്ടി പിടിച്ചെടുത്താൻ ഹെൽപ്പ് ചെയ്തത്. The brakes are damn good. So again, apart from menacing looks, peppy engine performance and great handling, what's so special about this motorcycle? Now let's talk about the comfort. കംഫർട്ടിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം മിസ് ചെയ്തൊരു കാര്യമുണ്ട്, ക്ലച്ച് ആൻഡ് ഗിയർ ഓപ്പറേഷൻ. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് അസിസ്റ്റൻസ് ട്രിപ്പിൾ ക്ലച്ചാണ് വരുന്നത്. ANS ക്ലച്ചിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ക്ലച്ച് ഇത്തിരി ഹാർഡാണ്. സ്റ്റിൽ അൺകംഫർട്ടബിൾ ഒന്നും പറയാനില്ല. അടിക്കടി ക്ലച്ച് യൂസ് ചെയ്യേണ്ടി വന്നപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ആൻഡ് ഗിയർ ബോക്സ് ഈസ് സ്മൂത്ത് ആൻഡ് പ്രിസൈസ്. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. 2.43 lakhs എക്സ്ഷോറൂം വരുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നില്ല. 15,000 rupees എക്സ്ട്രാ ആഡ് ചെയ്താലേ ക്വിക്ക് ഷിഫ്റ്റർ വേരിയൻറ്റ് കിട്ടത്തുള്ളൂ. ക്ലച്ചിലെ സബ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ക്ലച്ചിലെ സബ് ഷിഫ്റ്റ്സ് എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി എ ഗുഡ് ഫീച്ചർ വെൻ യു ആർ ഓൺ ദ ഹൈവേസ്. ഡൗൺ ഷിഫ്റ്റ്സും അതുപോലെ തന്നെ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ കൂടുതലും ക്ലച്ച് പിടിച്ച് റവ് മാച്ചിങ് ഡൗൺ ഷിഫ്റ്റാണ് ചെയ്തത്. ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ് ദാറ്റ് വേ. സോ ഓവറോൾ ക്ലച്ച് ആൻഡ് ഗിയർ ഫീൽ ഇസ് ഓക്കെ. കണ്ടിന്യൂസ് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ കംഫർട്ടിനെ ഇത് ബാധിക്കുന്നില്ല. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സീറ്റ്സ് അത് ഒത്തിരി ഹാർഡ് സൈഡ് തന്നെയാണ്. ഇനീഷ്യൽ ഫ്യൂ കിലോമീറ്റേഴ്സിൽ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നത്തില്ല. ബട്ട് ഓൺസ് നിങ്ങൾ കൂടുതൽ സമയത്തിൽ ഇരിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടും തോന്നത്തില്ല. അറൗണ്ട് ഒരു 130 കിലോമീറ്റേഴ്സാണ് കണ്ടിന്യൂസ് വണ്ടി ഇറങ്ങാതെ ഞാൻ ഓടിയത്. ദ ഫസ്റ്റ് 20-25 കിലോമീറ്റേഴ്സ് വാസ് ലൈക്ക് എ ബ്രേക്കിംഗ് പീരീഡ്. അതിനുശേഷം സീറ്റുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആയി. പിന്നീട് ഒരിക്കലും ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ക്രൂസർ മോട്ടോർ കിട്ടുന്ന രീതിയിലുള്ള കംഫർട്ട് നിങ്ങൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. അതിപ്പോൾ RTR എന്നല്ല, ഏത് നേക്കർ സ്ട്രീറ്റ് വണ്ടി എടുത്താലും സീറ്റ് കംഫർട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. റൈഡിൻ്റെ അവസാനത്തെ ഒരു 60 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ്ലി സോക്ഡ് അപ്പ് ആയിരുന്നു. കുറച്ചു ദൂരം പൊളിഞ്ഞ റോഡും കണ്ടിന്യൂസ് മഴ നനഞ്ഞ് 198 കിലോമീറ്റർ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടും ഒരു തരത്തിൽ ക്ഷീണവും ബോഡി പെയിനൊന്നും തോന്നിയിട്ടില്ല. റൈഡിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഫിറ്റ്നസിനെ ഫിസിക്കിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ബട്ട് ആസ് പെർ മൈ സ്റ്റാൻഡേർഡ്സ് എനിക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റും ദിസ് ഈസ് എ കംഫർട്ടബിൾ മോട്ടോർസൈക്കിൾ ഫോർ ലോങ് ടൂറിംഗ് as well. So finally, apart from the menacing looks, peppy engine performance, great handling and decent comfort, what's so special about this motorcycle? As an Indian and of course as a Malayali, വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ കാര്യങ്ങൾ വണ്ടി പറ്റി ചോദിച്ചിരിക്കും. ഇതിനെന്ത് വില വരും? മല എത്രയുണ്ട്? സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ? കമ്പ്യൂട്ടർ ബൈക്സിൽ തുടങ്ങി സൂപ്പർ ബൈക്സിൻ്റെ ഓണേഴ്സ് വരെ പലതവണ കേട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതൊക്കെ. എനിവേ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ മൈലേജ്. അറൌണ്ട് 100 കിലോമീറ്റേഴ്സ് ഹൈവേസിലും ബാക്കി 80 കിലോമീറ്റേഴ്സ് സിറ്റി, വില്ലേജ് ആൻഡ് ട്വിസ്റ്റി റോഡ്സിൽ ഓടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മൈലേജ് മീറ്ററിൽ ചെക്ക് ചെയ്തത്. 35 kmpl. യെസ്, ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ്. കാരണം ഞാൻ ഓടിച്ച റോഡ് കണ്ടീഷൻസിൻ്റെ ബേസിൽ ഒരു 28-30 ഒക്കെയാണ് മാക്സിമം ഞാൻ എക്സ്പെക്ട് ചെയ്തത്.
അറൗണ്ട് ഒരു 10% എറർ ഉണ്ടെന്ന് കരുതിയിരുന്നാലും 31 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിയലി ഗുഡ് മൈലേജ്. ഇത് ഇതിൻ്റെ ഗ്യാരണ്ടീഡ് മൈലേജ് ആയിരിക്കും ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. ഓരോരുത്തർ റൈഡിംഗ് സ്റ്റൈൽ, റൈഡിംഗ് കണ്ടീഷനൊക്കെ അനുസരിച്ച് ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി സർവീസ്. RR 310 പോലെ 6 മാസത്തിലൊരിക്കലും ഇതിൻ്റെ സർവീസ് വരുന്നത്. ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലായിരിക്കും എല്ലാ സർവീസും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ആൻഡ് ഓയിൽ ഫിൽറ്റർ മാത്രം റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് പെയ്ഡ് സർവീസിൻ്റെ കോസ്റ്റ് ഒരു 7,000 റുപ്പീസിൻ്റെ റേഞ്ചിൽ വരാം. ഇത് RR 310 പെയ്ഡ് സർവീസിൻ്റെ കോസ്റ്റ് എന്നുള്ള എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. RTRൻ്റെ സർവീസ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യലി ഇതുവരെ TVS അനൗൺസ് ചെയ്തിട്ടില്ല. സോ മിനിമം ഈ ഒരു റേഞ്ചിലുള്ള കോസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ വേരിയൻസും പ്രൈസിങ്ങിലോട്ട് വരാം. ആഴ്സണൽ ബ്ലാക്ക് എന്നുള്ള ബേസ് വേരിയൻ്റ് എക്സ്ഷോറൂം പ്രൈസ് 2.43 lakhs ആണ്. ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു 3.1 lakh റേഞ്ചിൽ വരാം. ബേസ് വേരിയൻറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, റിയർ വീൽ ലിഫ്റ്റ് ഓഫ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള TFT ഡിസ്പ്ലേയും ബേസ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ കിക്ക് ഷിഫ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 റുപ്പീസും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടാക്സ് ഉൾപ്പെടെ ആ ഒരു വേരിയൻ്റെ പ്രൈസ് 3.3 lakhs റേഞ്ചിൽ വരാം. ഇതിൽ കിക്ക് ഷിഫ്റ്ററുള്ള എല്ലാ കളർ വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 6,000 രൂപയോളം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഓൾമോസ്റ്റ് 3.4 lakhs റേഞ്ചിലായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ 2 കിറ്റ്സും TVS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് കിറ്റ് ആൻഡ് ഡൈനാമിക് പ്രോ കിറ്റ്. ഡൈനാമിക് കിറ്റിന് ടാക്സ് ഉൾപ്പെടെ ഏകദേശം 22,000 കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇതിൽ നിങ്ങൾക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ, ട്രാക്ക് പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ബ്രാസ് കോട്ടഡ് ചെയിൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി ഡൈനാമിക് പ്രോ കിറ്റ് മെതിയുന്നുണ്ടെങ്കിൽ ടാക്സ് ഉൾപ്പെടെ അതിൻ്റെ കോസ്റ്റ് 27,000 രൂപയോളം വരും. അതിലാണ് നിങ്ങൾക്ക് കോർണറിംഗ് ABS, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ, കോർണറിംഗ് ക്രൂയിസ് കൺട്രോൾ, വീലി കൺട്രോൾ, സ്ലോപ്പ് ഡിപ്പെൻഡൻറ്റ് കൺട്രോൾ, റിയർ വീൽ ലിഫ്റ്റ് ഓഫ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റും ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നുണ്ടാവും. ഇതിൽ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ്, ട്രൈ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ബ്രാസ് കോഡഡ് ചെയിനൊക്കെ കിറ്റ് അല്ലാതെ അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഏത് വേരിയൻസ് എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം കിക്ക് ഷിഫ്റ്ററുള്ള വേരിയന്റ് എടുക്കുക. ഇൻ കേസ് ബഡ്ജറ്റ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 കിറ്റ്സിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡൈനാമിക് പ്രോ കിറ്റ് ആയിരിക്കും. ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിലും 6 ആക്സിസ് IMEയിൽ വരുന്ന ആ സ്റ്റെബിലിറ്റി കൺട്രോൾ ഫീച്ചേഴ്സ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ റോഡ്സ് എപ്പോഴും വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. സെഗ്മെന്റിലെ മറ്റ് ബൈക്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് മോട്ടോർസൈക്കിൾ ഈസ് ആൾറെഡി വെരി മച്ച് സേഫ്. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം സേഫ്റ്റി എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ഡൈനാമിക് പ്രോ കിറ്റ്. ആൻഡ് ഓൾസോ റിമെമ്പർ, പല എൻട്രി ലെവൽ സൂപ്പർ ബൈക്സിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഫീച്ചേഴ്സാണ് ഡൈനാമിക് പ്രോ കിറ്റിലൂടെ TVS പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ ഫീച്ചേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വേറെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫൈനൽ ക്വസ്റ്റ്യൻ. ഈസ് ഇറ്റ് വർത്ത് ദ പ്രൈസ്? കൊടുക്കുന്ന കാശിനുള്ള വാല്യൂ ഈ വണ്ടി നമുക്ക് കിട്ടുന്നുണ്ടോ? ആൻഡ് ഐ വുഡ് സേ യെസ്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ വാല്യൂ ഫോർ മണി മെഷീൻ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് മോട്ടോർ സൈക്കിൾ? BMWയുടെ ഫുൾ ഫോം ബയേറിഷ് മോട്ടോർ ആൻഡ് വർക്ക്. ഇത് നമ്മളിൽ പലരും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തിരുക്കുറുങ്കുടി വെങ്കരം സുന്ദരം എന്ന TVSനെ പറ്റി ഗ്ലോബലി ഒരുപാട് പേര് ഇനിയും അറിയാൻ പോകുന്നത് RTR 310 ആയിരിക്കും. അപ്പാച്ചെ മോട്ടോർ സൈക്കിൾസിന്റെ ഗ്ലോബൽ ലെവൽ ഒരുപാട് റെക്കഗ്നേഷൻ ഉണ്ടെങ്കിലും ദിസ് മോട്ടോർ സൈക്കിൾ ഈസ് ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടു അനദർ ലെവൽ. RTR 310 എന്നുള്ളത് ജസ്റ്റ് TVSന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ മാത്രമല്ല, ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ ദ ഹോൾ നേക്കഡ് സീറ്റ് സെഗ്മെന്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് അപ്പാച്ചെ RTR 310. TVSന്റെ പുറകെ ബജാജും ഹീറോയും അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആയിട്ട് ഇനിയും വരും. ഇന്ത്യൻ ബ്രാൻഡ്സ് എന്നാൽ ജസ്റ്റ് കമ്പ്യൂട്ടർ ബൈക്സ് മാത്രമല്ല, ഹൈ പെർഫോമിംഗ്, ഹൈ ക്വാളിറ്റിയുള്ള മോട്ടോർ സൈക്കിൾസും കൂടിയാണെന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിന് കാണിച്ചു കൊടുക്കാൻ RTR 310 കഴിയും. ആൻഡ് ഐ എം ഷുവർ ആഫ്റ്റർ Dominar 400 it will be the RTR 310 which is going to make a huge impact among the global customers. And that's a special thing about this motorcycle.